10 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ അലൗന ഇന്നൊരു തനി മലയാളി വീട്ടമ്മയായി മാറിയിരിക്കുന്നു. തന്റെ ജോലിയും തിരക്കുകളും ഒക്കെ ഒഴിവാക്കി അവർ തന്റെ കുടുംബത്തിനായി സമയം കണ്ടെത്തുന്നു. മലയാള ഭാഷയെയും കേരളീയ ഭക്ഷണത്തെയും ഒക്കെ അലൗന ഏറെ ഇഷ്ടപ്പെടുന്നു. കേരളവുമായി വളരെ ദൃഢമായ ഒരു ആത്മബന്ധം പുലർത്തുന്ന അലൗന തന്റെ കുടുംബത്തോടൊപ്പം ഇന്ന് വനിതയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പറഞ്ഞല്ലോ സെൻസിറ്റീവ് ആയിരുന്നു. അപ്പൊ ശരിക്കും മോൻ വന്നേ പിന്നെ മറ്റെന്തൊക്കെ ചേഞ്ചസ് ആ വന്നേ? മോൻ വന്നു. മോനിത് ഇപ്പൊ എന്റെ ജീവിതം ഇതെന്താ എല്ലാം ഞാൻ ട്രൈ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും മിലന്റെ 2 കൾച്ചർ ഉണ്ടല്ലോ. അപ്പൊ അച്ഛന്റെ കൾച്ചറും ഉണ്ട്, അമ്മയുടെ കൾച്ചറും ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു പുറത്തൊക്കെ പോകുമ്പോ ആളുകളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോ? മിലന് ആദ്യം വിഷമായിരുന്നു. ഈ വീട്ടില് മാത്രം മലയാളം സംസാരിക്കുന്നുണ്ട്, പുറത്തേക്ക് പോകുമ്പോ അല്ല വീട്ടിലെ റഷ്യൻ മാത്രം, പുറത്തേക്ക് പോകുമ്പോ മലയാളം മാത്രം സംസാരിക്കും. അപ്പൊ ആദ്യം 3 years ആ ഏജ് മിക്സ് ചെയ്യും ലാംഗ്വേജ് എല്ലാം, റഷ്യൻ മലയാളം ഒരുമിച്ച് ഇംഗ്ലീഷ്. മിലന് റഷ്യൻ പഠിക്കുമ്പോ നമ്മുടെ വെക്കേഷൻ ടൈം പോകും, മിലനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. മിലൻ ആ സെയിം ഡേ നമ്മുടെ ഏറ്റവും അവിടെ കളിക്കും, സംസാരിക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒന്നും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ തീരുമാനിച്ചു. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്തായേനേന്ന്? ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഞാൻ ഇതെങ്ങനെ വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 10 വർഷമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? ഇല്ല. എന്തായാലും ശരിക്കും അപ്പം MBBS കണ്ടിന്യൂ ചെയ്തൊരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? എനിക്ക് MBBS ഒക്കെ കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ വിളിച്ചു ജനറ്റിക്സ് മെഡിസിൻ വളരെ ഇഷ്ടമായിരുന്നു. അതിന്റെ റിസർച്ചോ അങ്ങനെ പോകണമെന്നൊക്കെ ആയിരുന്നു. ഷി വാസ് ദി ബെസ്റ്റ് സ്റ്റുഡന്റ് ഇൻ അക്കാഡമി ഓഫ് 450. അതില് നല്ല സ്റ്റുഡൻസിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു അവിടുത്തെ. അവിടുന്നാണ് ആ പ്രൊഫഷന് ഇവിടെ കൊണ്ടുവന്ന് പ്രൊഫഷൻ ഇല്ലാതാക്കി. അങ്ങനെയുള്ള കുറച്ച് റിഗ്രസ് ഇല്ലാതില്ല. പക്ഷെ എങ്കിലും കണ്ടിന്യൂ ചെയ്യാമായിരുന്ന ഒരു സമയത്ത് ഇപ്പോഴും മലയാളമൊക്കെ പഠിച്ച് ഇപ്പോ വേണമെങ്കിൽ ഡോക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാമെന്നുള്ളൊരു സ്ഥിതിയായപ്പോ ഇപ്പോ അലൗനയ്ക്ക് സ്വന്തമായിട്ടുള്ള കുറെ താല്പര്യങ്ങൾ വേറെ ഉണ്ട്. എനിക്ക് വേറെ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഞാൻ വിചാരിക്കും എനിക്ക് ഒരുമിച്ച് നടക്കുന്നില്ല, എനിക്ക് ഫാമിലി ഹാപ്പിനെസ് നോക്കണം, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് ഏതെങ്കിലും ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്ഷൻ വേണം. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് ഓർപ്പുണ്ട് ഞാൻ 8 to 9 o'clock അവിടെ ഉണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് റഷ്യൻസ് പൊതുവെ ഭയങ്കര പെർഫെക്ഷൻ വേണം എല്ലാ കാര്യങ്ങളും, അടങ്ങിയിരിക്കാത്ത സ്വഭാവക്കാരാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഡോക്ടർ വർക്കിന് പോകുമ്പോ മോന് സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ ചെയ്യാ സാധാരണ? മുമ്പ് സ്കൂളിൽ പഠിച്ച സമയം ഞാൻ അക്രിലിക് വാട്ടർ കളർ ഗ്ലാസ് പെയിന്റ് സിൽക്ക് പെയിന്റ് ഉപയോഗിച്ചു. എന്റെ അച്ഛൻ നന്നായി വരയ്ക്കുന്നുണ്ട്, അച്ഛൻ കുറെ പഠിപ്പിച്ചു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫാബ്രിക് പെയിന്റിങ് നല്ല ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ ഞാൻ വരയ്ക്കാൻ തുടങ്ങി വീണ്ടും. കുറെ വർക്ക്സ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു എക്സിബിഷൻ ചെയ്തു. ഫാബ്രിക് പെയിന്റിങ്സ് മാത്രം, ഹാൻഡ് പെയിന്റഡ് സിൽക്ക് സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്സ്, വോൾ പെയിന്റിങ്സ് ആയിരുന്നു. ഇപ്പൊ കേരളത്തിൽ വന്നതിന് ശേഷം അറിയാം ഒരു ഫാമിലി ഇവിടുത്തെ കൾച്ചർ പഠിച്ചു, എല്ലാം പഠിച്ചു. ശരിക്കും ഇവിടെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? ഏറ്റവും ഇഷ്ടം എനിക്ക് മഴക്കാലം. മഴ സമയം മഴ ദൂരെ വരുമ്പോ എനിക്ക് സൗണ്ട് കേൾക്കണം, മഴ വെള്ളം വീഴുമ്പോ എനിക്ക് കാണണം. എനിക്ക് വളരെ ഇഷ്ടമായി.